വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. രണ്ടാം യാമം സിനിമ എനിക്ക് ഇന്നാണ് കാണാൻ പറ്റിയത് കേട്ടോ. കാരണം ഇതിനു മുമ്പ് ഇപ്പോൾ അടുത്തിറങ്ങിയ സിനിമകളൊക്കെ ഞാൻ കണ്ടിരുന്നു, അതിൻ്റെയൊക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിവ്യൂ വീഡിയോകൾ. അപ്പോൾ ഇന്നാണ് എനിക്ക് ഈ സിനിമ കാണാൻ പറ്റിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ സിനിമയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ നല്ല വിഷയങ്ങളൊക്കെ വന്നതൊക്കെ പറയുന്നുണ്ട്, അതിനുശേഷം അതിൽ നെഗറ്റീവ് വിഷയങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനമാണ് ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടാലേ എൻ്റെ അഭിപ്രായം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ യദു, യതി തുടങ്ങിയ 2 കഥാപാത്രങ്ങളുണ്ട്. അതിൽ യതിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ധ്രുവനാണ്. കക്ഷിക്ക് ഡയറക്ടർ എന്താണോ പറഞ്ഞത് അത് അതേപോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ പ്രസൻസും കുഴപ്പമില്ല. പിന്നെ യദുവായിട്ട് അഭിനയിച്ചിരിക്കുന്ന രണ്ടാമത്തെ കഥാപാത്രമാണ് ഇതിലെ ഹീറോ. അത് ഗൗതം കൃഷ്ണയാണ് ചെയ്തിരിക്കുന്നത്. കക്ഷി നല്ല പ്രസന്നമായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്, എങ്കിലും സ്ക്രീൻ പ്രസൻസ് ഒന്നും അത്ര പോരാ, ഒന്നുകൂടി ശരിയാകാനുണ്ട്, പുരോഗമിക്കാനുണ്ട്. അപ്പോൾ കക്ഷിക്ക് വന്നിട്ട് ഈ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനർ എന്തുകൊണ്ടാണെന്നറിയില്ല, അങ്ങേർക്ക് കൊടുത്ത ഉടുപ്പിൻ്റെ കാര്യത്തിൽ നല്ല പിശുക്ക് കാണിച്ചിട്ടുണ്ട്. കക്ഷി ഈ സിനിമയിൽ മിക്ക സീനുകളിലും തന്നെ ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ട്, അതിൽ വെള്ള കളറിൽ വരകൾ ചെക്ക് വരുന്ന ഒരു ഷർട്ടും അതേപോലെ ഒരു വെള്ള പോളിസ്റ്റർ മുണ്ടുമാണ് ഉടുത്തിക്കൊണ്ട് മിക്ക സീനുകളിലും വന്നിരിക്കുന്നത്. ചിലപ്പോൾ മാത്രമേ ഒരു ഉടുപ്പിലൊരു വ്യത്യാസം കാണുന്നുള്ളൂ, അതും ഇതേപോലത്തെ ഉടുപ്പ് തന്നെയാണ്. എന്തായാലും ഈ ചെക്ക് വെള്ള ആ ഒരു ഷർട്ട് തന്നെയാണ് കക്ഷിയുടെ ഈ സിനിമയിൽ അവസാനം വരെയും കാണിച്ചിരിക്കുന്നത്. അതേസമയം സ്വാസികയ്ക്ക് ഈ സിനിമയിൽ അവർക്ക് ഓരോ സീന് വരുമ്പോഴും പല മോഡലിലുള്ള ഡ്രസ്സുകൾ കോസ്റ്റ്യൂം ഡിസൈനർ കൊടുത്തിരിക്കുന്നു. ഇദ്ദേഹം ഹീറോയല്ലേ, എന്തിനായാലും പിശുക്ക് കാണിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടുള്ള ഈ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട ഒന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും അങ്ങേർക്കും കുറേ ഉടുപ്പുകൾ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ശരി, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിൽ ഒരു വയറ്റാട്ടി കഥാപാത്രമുണ്ട്. അത് ഈ കഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അത് ചെയ്തിരിക്കുന്നത് രമ്യ സുരേഷാണ്, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാസിക ഇതിൽ സോഫിയ എന്ന കഥാപാത്രത്തെയാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ പിന്നെ വരാം. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും മികച്ച അഭിനയം അഭിനയിച്ചിരിക്കുന്നത് ജോയ് മാത്യു ആണ്. അദ്ദേഹം ഒരു തിരുമേനിയുടെ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. തിരുമേനി എന്ന് പറയുമ്പോൾ ഒരു ജ്യോത്സ്യൻ, ജാതകം, അതേപോലെ ദൈവികമായ കാര്യങ്ങൾ, വ്രതാനുഷ്ഠാനം, രാശി വെച്ച് നോക്കില്ലേ, ആ സംഭവങ്ങളൊക്കെ ഈ തിരുമേനിയാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ ആ സിനിമയിലേക്ക് ലയിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു നല്ല കഥാപാത്രമാണ് അങ്ങേര് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്, കുഴപ്പമില്ല. ഇതിലെ ആദ്യത്തെ സ്വാസികയുടെ ഒരു ഡാൻസ് ഉണ്ട്. ആ ഡാൻസിലൊക്കെ അവരുടെ ചുവന്ന ഉടുപ്പിലൊക്കെ ലൈറ്റായിട്ട് പച്ച കളർ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, കാരണം ബാക്ക്ഗ്രൗണ്ട് വെറുതെ പലതരം കൊട്ടാരങ്ങളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഗ്രീൻ സ്ക്രീൻ വർക്ക് കുറേ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ VFX വർക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ഒക്കെ VS വിശാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കഥയിൽ നല്ല ത്രില്ലിംഗ് ഉള്ള തുടക്കം തന്നെയാണ് കേട്ടോ സിനിമയിൽ കൊടുത്തിരുന്നത്. ഇപ്പോൾ പഴയ തമിഴ് സിനിമകളിലൊക്കെ രജനി, കമലഹാസനൊക്കെ അവർ ജനിക്കുമ്പോൾ സിനിമയിൽ ആദ്യം തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ പേരിടലൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടി വലുതായിട്ട് രജനിയും കമലഹാസനുമായിട്ട് മാറി നിൽക്കുന്ന പോലെയൊക്കെ ആയിരിക്കും പഴയ സിനിമകളിലൊക്കെ കാണുക. ഇതിൽ അതുപോലെയല്ല, എന്നാലും ഇതിലും ഒരു വേറെ രീതിയിൽ നല്ലൊരു തുടക്കമാണ്. ഒരു ജനനം, ജാതകം, പ്രവചനം, അതുപോലെ വയറ്റാട്ടി, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. അത് നല്ലൊരു തുടക്കമായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഈ സിനിമ ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു കഥയായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് സിനിമ മുന്നോട്ട് പോകും തോറും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കഥ അങ്ങനെ പോകുന്നുണ്ട്. ഇടവേള എത്തുമ്പോൾ ഒരു നല്ല സസ്പെൻസൊക്കെ അതിലുണ്ടായിട്ട് അങ്ങനെയാണ് ഇടവേള കഴിയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സിനിമ പുറത്തൊക്കെ പോയിട്ട് വന്ന് വീണ്ടും തിരിച്ച് കയറിയിട്ട് സിനിമ വീണ്ടും തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിലൊരു പാമ്പ് കടി സംഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട്. സിനിമ കണ്ടവർക്കറിയാം, ഞാൻ ഇതിൻ്റെ കഥ കാര്യങ്ങളിലേക്ക് കിടക്കുന്നേ ഇല്ല.
അപ്പോൾ ആ പാമ്പ് കടിയൊക്കെ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ആ കഥാപാത്രത്തെ ഒരു നായ നക്കി. അതോടെ കഥയും മൊത്തത്തിൽ നക്കി. എന്താ ഞാൻ പറഞ്ഞതെന്ന് സിനിമ കണ്ടവർക്കറിയാം. നമ്മൾ ഇൻട്രസ്റ്റിങ്ങോടൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഓടി വന്നിട്ട് മുഖത്തേക്ക് ടബേന്നൊന്ന് കൊടുത്താൽ എങ്ങനെയിരിക്കും? നമ്മുടെ കണ്ണിന്ന് പൊന്നീച്ച പാറിയിട്ട് നമ്മൾ അന്തം വിട്ട് നോക്കില്ലേ, ഒരു ഷോക്ക് അടിച്ച പോലെ. അതുപോലെ സിനിമയുടെ കഥയെ മാറ്റിക്കളഞ്ഞു എന്ന്. സിനിമയുടെ കഥ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ഊള കഥയായി. എന്താണ് ഇങ്ങനെ ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കഥ എഴുതിയ ആളുടെ പേരൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. കഥ എഴുതിയ ആൾ അവിടുന്ന് അങ്ങോട്ട് ആകെ എന്തോ ഒരു കഞ്ചാവ് അടിച്ചിട്ട് പോലെയോ അല്ലെങ്കിൽ ഈ സിനിമയിൽ പറയുന്ന പോലെ ഗന്ധർവനോ ബാധയോ പിടിച്ച പോലെയോ ആയിട്ട് കഥ തന്നെ മാറ്റിക്കളഞ്ഞു എന്ന് വേണം എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ആകെ ഒരു ഊള ലെവലിൽ കഥ അങ്ങനെ പോവുകയാണ്. ഞാൻ പറയട്ടെ, ഈ കഥ എഴുതുന്നവർ ഇപ്പോൾ അടുത്ത് തന്നെ കുറേ സിനിമകൾ, ഇപ്പോൾ അടുത്ത് പറഞ്ഞാൽ കുറച്ച് ഒരു 2 ആഴ്ച മുമ്പ് വരെ ഇറങ്ങിയ പല സിനിമകളിലും തന്നെ ഫസ്റ്റൊക്കെ നല്ല രീതിയിൽ പോവും, അവസാനം ആവുമ്പോഴേക്കും ഷൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിന്ന് പോകും. ഒന്നിനും കൊള്ളാത്ത രീതിയിലുള്ള കഥയായി മാറിപ്പോകും. അതെന്താ അങ്ങനെ എഴുതുന്നത്? തുടക്കം നിങ്ങൾക്ക് ഗംഭീരമാക്കാമെങ്കിൽ, ഇടവേള വരെ നിങ്ങൾക്ക് ഗംഭീരമാക്കാമെങ്കിൽ, അവിടുന്ന് അങ്ങോട്ട് എന്ത് പറ്റുന്നു? ആകെ കുളമാക്കി കളഞ്ഞു. ഞാൻ നല്ല പ്രതീക്ഷിച്ചൊരു കഥയാണ് കേട്ടോ. കാരണം തുടക്കത്തിൽ തന്നെ ആ കഥ നല്ല ഗംഭീരമായിട്ടാണ് വന്നത്. യതി കഥാപാത്രങ്ങളൊക്കെ നല്ല രീതിയിലാണ് വന്നത്. അതുപോലെ തിരുമേനിയുടെ കാര്യം നല്ല രീതിയിൽ വന്നു. അതേപോലെ അങ്ങനെ ഒരു വയറ്റാട്ടി, അതേപോലെ നന്ദുവിൻ്റെ ക്യാരക്ടർ, അതൊക്കെ രേഖയുടെ ക്യാരക്ടർ, അവരൊക്കെ വേണ്ട പോലെ ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ആകെ കുളമാക്കി കളഞ്ഞു. ശരി, ഞാൻ ഒരു കാര്യം ചോദിക്കുക. ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കഥ കൊണ്ടുപോയി, ഞാൻ പ്രതീക്ഷിച്ച പോലെ കഥ വന്നില്ല. എന്നിട്ട് അവസാനമായപ്പോൾ യതിക്ക് നിങ്ങളൊരു ക്ലൈമാക്സ് കൊടുത്തു. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കഥ കൊണ്ടുപോയിട്ട് ക്ലൈമാക്സ് കൊടുത്തു. ശരിക്കും അങ്ങനെ പോകേണ്ട ആവശ്യമേ ഇല്ല. യതിക്ക് വേറെ രീതിയിലാണ് ഇതിൽ ക്ലൈമാക്സ് വന്നിരുന്നാൽ നന്നായിട്ടുണ്ടാവുക. അങ്ങനെ യതിക്കുള്ള ക്ലൈമാക്സ് കൊടുത്തു. അപ്പോൾ യദു അല്ലേ ഇതിലത്തെ ഹീറോ? അയാൾക്ക് എന്ത് കോലായി? അയാൾക്ക് വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ഒരു പെണ്ണിൻ്റെ പ്രശ്നമുണ്ട്, ഇതൊക്കെ ഇല്ല. അതിനൊക്കെ എന്താ ഉത്തരം ഈ സിനിമയിൽ? ശരി, സോഫിയയ്ക്ക് എന്താ ഇതിൽ ഉത്തരം? സോഫിയ ആണല്ലോ ഇതിൽ ഹീറോയിൻ, അവർക്ക് പ്രണയമുണ്ട്, അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് എന്താ ഉത്തരം? അതേപോലെ തിരുമേനിക്ക് ശരിക്ക് ഇതിൽ അങ്ങേര് പ്രവചനം കാര്യങ്ങൾ, അതേപോലെ ഒരു അനന്തരവനെയൊക്കെ അങ്ങേര് ചിന്തിക്കുന്നുണ്ട്. കാരണം അനന്തരവന് അദ്ദേഹത്തിൻ്റെ വ്രതാനുഷ്ഠാനമൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പാത പിന്തുടരുന്ന ഒരു അനന്തരവനെ സ്വന്തം വീട്ടിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്. അതിനെന്താ ഇതിൽ ഉത്തരം? ഒന്നിനും ഉത്തരവില്ല. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഒരു കഥാപാത്രം, ഒരു പ്രധാന കഥാപാത്രം ഇടവേളയ്ക്ക് ശേഷം വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ പോകുന്നു കരുതി. അതായത് അവർക്കേ ഒരു സത്യം അറിയുള്ളൂ ഇതിൽ തുടക്കത്തിൽ തന്നെ. ആ സത്യം അവർ പറയുമെന്ന് ഞാൻ കരുതി. അതായത് യദു അല്ല യതിയല്ല യദു, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് കഥ പോയി വേറെ ലെവലിലെത്തും. അപ്പോൾ ആ പ്രവചനം കാര്യങ്ങൾ, അതേപോലെ അന്ധവിശ്വാസത്തിനൊരു ഉത്തരം, അതേപോലെ കഥയ്ക്കൊരു ഉത്തരം, അതേപോലെ ഹീറോയ്ക്കൊരു നല്ല ഉത്തരം, അതേപോലെ തന്നെ ഹീറോ അല്ലാതെ ധ്രുവൻ്റെ ക്യാരക്ടറിന് ഒരു നല്ല ഉത്തരം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ഒക്കെ കൊളാക്കിയിട്ട് ഈ ഒരു കഥാപാത്രം ഇതെന്തൊക്കെ ചെയ്ത് ഇതിൽ മറ്റേ സ്വാസികയ്ക്ക് പൂഴിക്കടകനും ഇടത്തേക്ക് ചാടി വലത്തേക്ക് മറിഞ്ഞൊക്കെ ചാടിക്കളിക്കാനൊക്കെ ഡയറക്ടർ ചാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരതൊക്കെ കോലം കെട്ടി കാണിച്ചിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലബ്ബർ പന്ത് സിനിമയിൽ സ്വാസിക നല്ലൊരു കഥാപാത്രം ചെയ്തിരുന്നു. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ തന്നെ അവർക്ക് അറിയില്ലേ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. എന്തുകൊണ്ടാണ് സ്വാസിക ഇങ്ങനത്തെ കഥയൊക്കെ എടുക്കുന്നത്? കഥയുടെ അവസ്ഥ ഇതല്ലേ, സിനിമയുടെ അവസ്ഥ പിന്നെ എന്താവുന്ന ആ കഥ വായിക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു കഥ എഴുതുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ, ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആ കഥ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ആ കഥ വേറെ രീതിയിൽ വന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിട്ട് അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായാലും കുഴപ്പമില്ല. ഇതൊന്നുമില്ലാതെ ഒരു നല്ലൊരു മിസൈലിനെ റെഡിയാക്കിയിട്ട് കത്തിച്ചിട്ട് അത് പകുതി വഴിക്ക് എത്തിയിട്ട് നേരെ തിരിച്ചു വന്നിട്ട് മണ്ടയിൽ വീണ പോലെയുണ്ട്. ഇങ്ങനെ കഥ എഴുതിയാൽ പിന്നെ ഈ സിനിമയ്ക്ക് എന്ത് ഉത്തരം പറയും? ഇതിൻ്റെ കഥ എഴുതിയ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതേപോലെ ഡയറക്ടറിൻ്റെ പേരും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ അവർക്ക് മികച്ച ഡയറക്ഷനൊക്കെ ചെയ്യാമായിരുന്നു, കഥയിലൊക്കെ മാറ്റം വരുത്തിയിട്ട്. പിന്നെ ഇതിൽ ഒരു ക്രൈം നടക്കുന്നുണ്ട്. ആ ക്രൈമിന് എന്താണ് നിയമ നടപടി വന്നത്? അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ ഈ സിനിമയുടെ അവസാനം
ഒരു സ്ത്രീയുടെ പോലെ ഒരു ആനിമേഷനിൽ ഒരു സംഭവം സ്വാസികയാണെന്ന് മനസ്സിലാക്കുക, ഒരു ഷാള് പോലത്തെ ഒരു സംഭവം മാത്രം ഇട്ടുകൊണ്ട് ഇങ്ങനെ ആനിമേഷനിൽ വരുന്നു, പേരെഴുതി കാണിക്കുന്നു, സിനിമ കഴിഞ്ഞു. ഞാൻ പുറത്തിറങ്ങിയിട്ട് ചിരിയോട് ചിരിയായിരുന്നു. വെറുതെ ഇതാക്കുകയല്ല, ചിരിച്ചിട്ടത് ഞാൻ കുറേ ഇന്ന് ചിരിച്ചു. സിനിമ കണ്ടതിൽ കോമഡി ഉണ്ടായിട്ടല്ല, അവസാനമായപ്പോഴേക്കും ആകെ കുളമാക്കിയ അവസ്ഥ കണ്ടിട്ട് ഞാൻ ശരിക്കും ചിരിച്ചു. ഇങ്ങനെ ഒരു ഊളക്കഥയാണല്ലോ ഞാൻ ഇത്ര നേരം പ്രതീക്ഷിച്ച് കണ്ടത് എന്ന് കരുതിയിട്ട്. ഐ എം സോറി കേട്ടോ, എനിക്കിത് ഇങ്ങനെ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല. ഇതിൽ ഞാൻ പറഞ്ഞ തുടക്കത്തിലുള്ള സംഭവങ്ങളും അതേപോലെ കഥാപാത്രങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലും എനിക്ക് ഈ സിനിമ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇഷ്ടമായില്ല. നല്ല രീതിയിൽ കഥയെടുത്ത് സിനിമ എടുത്താൽ തീർച്ചയായിട്ടും, ഞാൻ ഇതിനു മുമ്പ് ഇടി മഴ കാറ്റിൻ്റെ റിവ്യൂ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആ വീഡിയോയിൽ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല രീതിയിൽ എടുത്താൽ നമ്മൾ നല്ലത് പറയും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.